മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ലെറ്റ്സ് പ്ലേ സർവൈവൽ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഫാം പണിതു. നമുക്കിപ്പോൾ ഷീപ്പിനെ കിട്ടിയിട്ടില്ല, നമുക്ക് പതിയെ പിടിച്ചിടണം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെയർ ഒന്ന് മാറ്റണം. ഇതിവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആക്കണം. ഈ ഒരു ഏരിയ വരുമായിരിക്കും, അത് ഇങ്ങനെ കുരിച്ച് വരുമ്പോഴത്തേക്കും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇവിടെ വെക്കാനാണ് പ്ലാൻ. ഇവിടുന്ന് അകത്തോട്ട് കുഴിച്ചിട്ടെ ഒരു കേവ് പോലെ പണിത് അവിടെ സ്റ്റോറേജ് ഏരിയ ആക്കാനാണ് പ്ലാൻ. നമുക്കിതിങ്ങനെ ഇരുന്ന് തന്നെ ഇതിലിങ്ങനെ പോകുന്ന കാര്യം സീനാണ്. അതുമല്ല ഈ സ്റ്റെയർ ഇങ്ങനെ ഇരിക്കുന്ന കാണാനും മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ ഇതിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം എന്തായാലും സ്റ്റോറേജ് ഏരിയ ഫുള്ള് പണി ഇന്ന് തീരത്തില്ല. നമുക്കിന്ന് കുറച്ചൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് പിന്നെ അതിൻ്റെ എൻട്രൻസും കൂടെ ഒന്ന് പണിതെന്ന് വെക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്ക് തുടങ്ങാം. ടൂൾസൊക്കെ ഉണ്ടോ കയ്യിൽ? നമുക്കപ്പോൾ ഒരു ഷോവല് വേണം, നമ്മൾ ഉണ്ടാക്കട്ടെ. ഇപ്പം നമുക്ക് വേണ്ട ടൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തുടങ്ങാം. നമ്മളിങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഇന്നിങ്ങനെ താഴോട്ട് സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടെ മെന കാണാനായിട്ട്, മറ്റേതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി ഇവിടെ കിട്ടും. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു 2 ബ്ലോക്ക് അകത്തോട്ട് കുറച്ച് എടുക്കണം. അല്ല ഇവിടെ ഇതിൻ്റെ അടുത്ത് ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നത് അത്ര നല്ലതല്ല. സോ നമുക്ക് അതും കൂടെ ഒന്ന് എടുക്കാം. ഏകദേശം നമ്മൾ അവിടെ അങ്ങനെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നമുക്കൊന്ന് കുറച്ചൊരു ക്ലിപ്പ് സൈഡ് പോലെ ആക്കി എടുക്കണം. ഇവിടെ മണ്ടയ്ക്കും ചെയ്യണം. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ നെതർ പോർട്ടൽ നമ്മളിവിടെ ആയിരിക്കും പണിയുന്നത്. അപ്പോൾ അത് പണിത് കഴിഞ്ഞിട്ട് ആ കൂടെ ഇവിടെ ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇങ്ങനെയാണ് ഈ സൈഡ് വരുന്നത്. ഇപ്പോൾ എത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയയുടെ എൻട്രൻസ് പണിയണം. പിന്നെ നമുക്ക് ഈ സ്റ്റെയർ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. കയറി വരുമ്പോഴത്തേനും നമുക്ക് വേണം ഇവിടെ ഒരു ആർച്ചും കൊടുക്കാൻ തോന്നും. അതാകുമ്പോൾ ഒരു രസം ഉണ്ടായിരിക്കുമല്ലോ കാണാൻ, ചുമ്മാ അങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കാതെ. ഒക്കെ എന്തായാലും സ്റ്റെയർ എന്തായാലും വെറൈറ്റി ചെയ്യണം എന്നുണ്ട്. പക്ഷേ വെറൈറ്റി ചെയ്യാൻ ഐഡിയ ഒന്നുമില്ല. എന്തായാലും നമുക്ക് നടുക്ക് ഡീപ് സ്ലൈറ്റ് വെച്ച് കൊടുക്കാം. ഡീപ് സ്ലൈറ്റിൻ്റെ ബ്രിക്കില്ലേ, അത് വെച്ച് സ്റ്റെയർ കൊടുക്കാം. നമുക്ക് എടുക്കുന്ന 2 ഇത് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയാണ്. ഇപ്പം സ്റ്റെയർ അപ്പം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ മാറ്റാം. ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാൻ പറ്റും. നമ്മുടെ വെറൈറ്റി സ്റ്റോൺ ഏതായിരിക്കും? പിന്നെ ടഫ് ബ്ലോക്ക് ഉണ്ടല്ലേ, അതിൻ്റെ ബ്രിക്ക് കാണാൻ നല്ല രസമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബ്രിക്ക് കുറച്ച് വ്യത്യാസമുണ്ട് മറ്റേനേക്കാളും. നമുക്ക് അതൊന്നും ഇവിടെ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും.
കേസ് നമ്മളതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും വെച്ചാൽ മടുപ്പാവോ? അതിൻ്റെ ഉള്ളിൽ കൂടെ ആ സ്റ്റോൺ കാണുന്ന മടുപ്പല്ലേ, എല്ലായിടത്തും വെക്കണ്ട. നമുക്ക് ഇവിടെ ഒന്ന് ലീഫ് വെച്ച് നോക്കാം. മറ്റേ ഓക്കിൻ്റെ ലീഫിന് നമ്മുടെ ഞാൻ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഈ ഫോറസ്റ്റ് ബൈത്തിൽ അതിന് വേറൊരു കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്ക് വേണമെന്നില്ല, നമുക്ക് അവിടെ ബെർച്ച് നിൽപ്പുണ്ട്. നമുക്കത് വെച്ച് അതിൻ്റെ ലീഫ് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ നോക്കാം. ഒരു ഷീർ ഉണ്ടാക്കുക, ബാക്കി അതിനടുത്ത് എന്തെങ്കിലും ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നീറ്റാ പറയാം. ഇല്ല, നമ്മുടെ അവിടെയായിട്ടൊരു ബർച്ച് ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ പറഞ്ഞ ഇത് ഓരോ ബയോ അനുസരിച്ച് ഇതിൻ്റെ കളർ ഉണ്ട്. സെയിം ബെർച്ച് തന്നെ അവിടെ നിൽക്കുന്നത്, പക്ഷേ ഇത് ഫോറസ്റ്റ് ബയോ ആയതുകൊണ്ടാണ് ഇവിടെ ഈ കളർ. ഇത് കണ്ടില്ലേ, ഒരു ഗ്രേഡിയൻ്റ് പോലെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഞാനിപ്പോൾ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെയാണ് ഇപ്പം ഇങ്ങനെ വരാൻ കാരണം. കണ്ടില്ലേ, ഒരു ഗ്രേഡിയൻ്റ് പോലെ. നമുക്കെന്തായാലും ഇതിൻ്റെ ലീവ്സ് കുറച്ചെടുത്തിട്ട് പോകാം. നമുക്കിപ്പം 2 ചാക്കിന് മേളിൽ കിട്ടിയിട്ടുണ്ട്. വൈൻസ് നമുക്ക് ഇതും കൂടെ കൊണ്ടുപോകാം, ഇത് നമുക്ക് ആവശ്യം വരും. ഇതിൻ്റെ കളർ മാറും തോന്നുന്നു കേട്ടോ, ഫോറസ്റ്റ് വരുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം. അതൊരാട് എൻ്റെ വീട്ടുണ്ടോ? വീട്ടെടുക്കാൻ മറന്നു. അല്ലെങ്കിൽ ഈ ആടിനെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. കേസ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. കേസ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും. വെച്ചപ്പോൾ കളർ മാറിയണ്ടല്ലോ. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ഫുള്ളിങ്ങനെ ആർച്ചായിട്ടങ്ങ് വെച്ചാലോ, അത് രസം ഉണ്ടാവുമോ? നമുക്കാദ്യം നമ്മൾ ആർച്ചൊന്ന് പണിത് നോക്കാം. വെയിറ്റേക്കാം. 2 ബ്ലോക്ക് പോലെ ആകത്തോ? ഓക്കെ, ഈ ഹൈറ്റ് മതി. പിന്നെ 2. നമ്മുടെ എൻട്രൻസ് ഇങ്ങനെ മതി. നമുക്ക് ഇനി ഫുള്ളൊരു ലീഫ് വെച്ച് അവിടെ നിറച്ച് നോക്കാം. അയ്യോ, കേസ് ഇതിങ്ങനെ ഫുള്ള് താഴോട്ട് പോയി കഴിഞ്ഞാൽ മടുപ്പാകുമോ? കേസ് അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ചുമ്മാ ഒരു രസം കാണാൻ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അത്
അത്ര രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പണി നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതിവിടെ നമ്മളിവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത് ഇവിടെയാണ് നമുക്ക് ഈ ഈ എഡ്ജസ് ഇല്ലേ, ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഡീറ്റെയിലിങ് കൊടുത്ത് വെക്കാം. കേസ് പിന്നെ നമുക്ക് ഒരു വഴി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് മനസ്സിലാകുന്ന പോലെ ഇങ്ങനെ ഒരു പോർഷൻ ചെയ്ത് വെക്കാം, അതായിരിക്കും കുറച്ച് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനൊരു തന്നെ നല്ല ഈ കളർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുഴപ്പമില്ല, കുറച്ച് ഫെൻസും കൂടെ എടുത്ത് ഒരു ചെറിയൊരു ഫീലും കൂടെ കൊണ്ടുപോയാലും അതൊരു വഴിയാണെന്ന് തോന്നിക്കാനായിട്ട്. ഇങ്ങനെ മതി, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളും കുറച്ച് ഇരിപ്പുണ്ട്, അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് വെച്ചേക്കാം, ചുമ്മാ ഒരു കാണാൻ രസത്തിന്. പക്ഷേ കേസ് ഇപ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടും പണിയാൻ പോകുന്നത്. ചിലപ്പം ഈ ലീഫ് മാറ്റിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ അസേലയല്ലേ ഈ സാധനം ഇവിടെ നിരത്തി വെക്കാൻ ചാൻസ് ഉണ്ട്, ഏതാ നല്ലതെന്ന് നോക്കിയിട്ട്. അപ്പം ഇത്രയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സ്റ്റോറേജിൻ്റെ പണി നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒത്തിരി ലെങ്തി വീഡിയോസ് ഇടാൻ താല്പര്യമില്ല, അത് നമുക്ക് ഒരുപാട് റെക്കോർഡ് ചെയ്യാനും പറ്റത്തില്ല, എൻ്റെ ഫോണ് അത്രയും വലിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ചെറിയൊരു വീഡിയോ ആയിരുന്നത്. ഇതുപോലെ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ